Okay, let's continue the chapter. A very old man with enormous wings. See, the angel was the only one who took no part in his own act. He spent his time trying to get comfortable in his borrowed nest. സോ ഈ ഒരു മനുഷ്യൻ അയാളിപ്പോൾ ആ ഒരു കൂട്ടിലാണുള്ളത്, ആ ഒരു ചിക്കൻ കൂപ്പിലാണ്. അപ്പോൾ ആ ഒരു നെസ്റ്റിൽ ഒരു ബേർഡിനെയൊക്കെ നമ്മൾ കൂട്ടിലടച്ചതുപോലെ, ഒരു പക്ഷിയെ കൂട്ടിലടച്ചതുപോലെയാണ് ഇപ്പോൾ ഇയാളുടെ അവസ്ഥ. അറ്റ് ഫസ്റ്റ് ദേ ട്രൈഡ് ടു മേക്ക് ഹിം ഈറ്റ് സം മോത്ത് ബാൾസ്. കുറേ പേര് ഇയാളെ കാണാൻ വേണ്ടിയിട്ടൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഇയാൾക്ക് കൊടുക്കുന്ന ഭക്ഷണം നോക്കൂ. അറ്റ് ഫസ്റ്റ് ദേ ട്രൈഡ് ടു മേക്ക് ഹിം ഈറ്റ് സം മോത്ത് ബാൾസ്. കുറച്ച് മോത്ത് ബാൾസൊക്കെ ഇയാൾക്ക് കഴിക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. ഈ മോത്ത് ബാൾസ്, അതായത് ഇയാൾ എന്താണ് കഴിക്കുക എന്നുള്ളതൊന്നും ആർക്കും അറിയില്ല. പിന്നെ അത് മാത്രമല്ല, കുറേ ആൾക്കാർ ഇയാളെ സന്ദർശിക്കാനായിട്ട്, ഇയാളെ കാണാനായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഓരോ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കും കഴിക്കാനൊക്കെ ആയിട്ട്. മോത്ത് ബാൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഈ പ്രാണികളൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഗുളികയാണ് മോത്ത് ബാൾസ്. ബട്ട് ഹി എയ്റ്റ് നത്തിങ്. പക്ഷെ അതൊന്നും ഇയാൾ കഴിച്ചില്ല. ബട്ട് ഹി എയ്റ്റ് നത്തിങ് ബട്ട് എഗ് പ്ലാന്റ് മഷ്. എഗ് പ്ലാന്റ് മഷ്, അതായത് പിന്നെ എഗ് പ്ലാന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ വഴുതനയാണ്. മഷ് എന്ന് ഉദ്ദേശിക്കുന്നത് കുഴമ്പ് രൂപത്തിലുള്ള അല്ലെങ്കിൽ ഒരു സൂപ്പ് രൂപത്തിലുള്ള സംഭവം. അപ്പോൾ എഗ് പ്ലാന്റ് മഷ് അദ്ദേഹം കഴിച്ചു എന്ന് പറയുകയാണ്. ഹിസ് ഓൺലി സൂപ്പർ നാച്ചുറൽ വിർച്യൂ സീമഡ് ടു ബി പേഷ്യൻസ്. അപ്പോൾ ഇയാളുടെ ആകെയുള്ളൊരു സൂപ്പർ നാച്ചുറൽ വിർച്യൂ എന്ന് പറയുന്നത് ഇയാളുടെ ക്ഷമയായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ഇയാൾക്ക് 2 ചിറകുകളുണ്ട്. അപ്പോൾ ഇയാൾക്ക് വലിയ അമാനുഷിക കഴിവുകളുണ്ട് എന്നുള്ളൊക്കെ രീതിയിൽ കുറേ പേര് ഇയാളെ കാണാൻ വേണ്ടി വരുന്നു. പക്ഷേ അവരൊന്നും സംതൃപ്തരല്ല. അവർ വിചാരിച്ച പോലെ ഒരു അമാനുഷികമായ കാര്യങ്ങളൊന്നും ഇയാൾ കാണാൻ പറ്റുന്നില്ല. ആകെ കാണാൻ പറ്റുന്ന എന്താണ്? ഇയാളുടെ പേഷ്യൻസാണ്. അതായത് ഇയാളുടെ ക്ഷമയാണ് ഒരു സൂപ്പർ നാച്ചുറൽ വിർച്യൂ ആയിട്ട് എല്ലാവർക്കും കാണാൻ പറ്റിയത്. കാരണം അത്രയേറെ ക്ഷമിച്ച് ഇയാൾ അവിടെ ഇരിക്കുകയാണ്. കുറേ ആൾക്കാർ, സന്ദർശകർ വരുന്നുണ്ട്. അവർ പിന്നെ ഇയാളെ തോണ്ടുന്നുണ്ട്, എന്തൊക്കെയോ കഴിക്കാനിട്ട് കൊടുക്കുന്നുണ്ട്, ശല്യം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇയാൾ പേഷ്യൻസോട് കൂടി, ഭയങ്കര ക്ഷമയോട് കൂടിയിട്ട് ഇയാൾ അവിടെ ഇരിക്കുകയാണ്. ഹി വാസ് ക്വൈറ്റ് പേഷ്യൻറ്റ് വെൻ ദ ഹെൻസ് പെക്ഡ് അറ്റ് ഹിം. അതുമാത്രമല്ല, അവിടെ ഒരു കോഴിക്കൂട്ടിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ കോഴികൾ ഇയാളെ കുത്തുന്നുണ്ട്. സെർച്ചിങ് ഫോർ ദ പാരസൈറ്റ്സ് ഇൻ ഹിസ് വിങ്സ്. അപ്പോൾ ഇയാളുടെ ചിറകിലുള്ള കീടങ്ങളെ, പാരസൈറ്റുകളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കോഴികളൊക്കെ ഇയാളെ കുത്തുന്നുണ്ട്. ഹി വാസ് പേഷ്യൻറ്റ് അഗെയിൻ വെൻ ദ ക്രിപ്പിൾസ് പുൾഡ് ഔട്ട് ഹിസ് ഫെതേഴ്സ് ടു ടച്ച് ദയർ ലിംസ് വിത്ത്. അതുമാത്രമല്ല, ഈ കുറേ ആൾക്കാർ, സന്ദർശകർ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇവിടെ ഈ ക്രിപ്പിൾസ് എന്ന് ഉദ്ദേശിച്ചത് അവരെയാണ്. അതായത് ക്രിപ്പിൾസ്, ദാറ്റ് മീൻസ് ആൻ ഇൻഡിവിജ്വൽ ഹാവിങ് ഡിസബിലിറ്റി, എന്തെങ്കിലും ഒരു ഡിസബിലിറ്റി അല്ലെങ്കിൽ പ്രശ്നം, അംഗവൈകല്യം, എന്തെങ്കിലും പ്രശ്നമുള്ള ഒരാൾ, അതാണ് ക്രിപ്പിൾസ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ അസുഖബാധിതരായിട്ടുള്ള അല്ലെങ്കിൽ അംഗഭംഗം സംഭവിച്ച അല്ലെങ്കിൽ അംഗവൈകല്യമൊക്കെ സംഭവിച്ച ഒരുപാട് ആൾക്കാർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇയാളെ കണ്ട് തങ്ങളുടെ അസുഖം അല്ലെങ്കിൽ തങ്ങളുടെ പ്രശ്നങ്ങൾ മാറും എന്നൊക്കെ ഉള്ളൊരു ബിലീഫൊക്കെ ആയിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യുകയാണ്? പുൾഡ് ഔട്ട് ഹിസ് ഫെതേഴ്സ്, ഇയാളുടെ ചിറക് പിന്നെ പിടിച്ചു വലിക്കുന്നുണ്ട്. ടു ടച്ച് ദയർ ലിംസ് വിത്ത്, അതായത് ഇവരുടെ കൈകാലുകളിലൊക്കെ ആ ചിറക് വലിച്ചിട്ട് തൊടിയിപ്പിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിലും ചിലപ്പോൾ ഇതൊക്കെ മാറിയാലോ എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഇത് ഒരു അന്ധവിശ്വാസത്തോട് കൂടിയിട്ടുള്ള ഒരു ജനതയെ കൂടി ഇത് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സ്റ്റോറി കാണിക്കുന്നുണ്ട്. ദെൻ ഹി റിമൈൻഡ് പേഷ്യൻ്റ്. അപ്പോഴൊക്കെ ഇയാൾ ക്ഷമയോടുകൂടി നിൽക്കുകയാണ്. വെൻ ഈവൻ ദ മോസ്റ്റ് മേഴ്സിഫുൾ ത്രൂ സ്റ്റോൺസ് അറ്റ് ഹിം. ചില ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? കല്ലെറിയുന്നുണ്ട്. എന്നിട്ടും ക്ഷമയോടുകൂടി നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ഇയാളുടെ ക്ഷമയാണ് ഇയാളുടെ ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള പവർ എന്ന് പറയുന്നത്. ആഫ്റ്റർ ആൾ ദേ വർ ഓൺലി ട്രൈയിങ് ടു ഗെറ്റ് ഹിം ടു റൈസ് സോ ദാറ്റ് ദേ കുഡ് സീ ഹിം സ്റ്റാൻഡിങ്. ചില ആൾക്കാർ ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്? കുത്തിപ്പൊക്കി വെക്കാനായിട്ട് നോക്കുന്നുണ്ട്. അതായത് എണീറ്റുന്നത് കാണാനായിട്ട്, ഇയാൾ നിൽക്കുന്നത് കാണാനായിട്ട്. അപ്പം അത്രയേറെ പിന്നെ ശല്യം ചെയ്യുന്നുണ്ട് ഇയാളെ. It so happened that during those days there arrived in the town a travelling show. അങ്ങനെ കുറേ ദിവസങ്ങൾ അങ്ങനെ പോകുന്നു. ആ ഇടയ്ക്കാണ് അവിടെ ഒരു ട്രാവലിംഗ് ഷോ, ആ ടൗണിലൊരു ട്രാവലിംഗ് ഷോ വരുന്നത്. ട്രാവലിംഗ് ഷോ എന്നോട് ഉദ്ദേശിച്ചത് ഈ ട്രാവലിംഗ് കാർണിവൽ അല്ലെങ്കിൽ സർക്കസ് എക്സിബിഷൻ, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം അവിടെ വരികയാണ്. ദ മെയിൻ അട്രാക്ഷൻ വാസ് എ വുമൻ ഹു ഹാഡ് ബീൻ ചേഞ്ച്ഡ് ഇൻ ടു എ സ്പൈഡർ ബൈ എ ബേഴ്സ്റ്റ് ഓഫ് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്. അപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ആ ഒരു ട്രാവലിംഗ് ഷോയിൽ വന്ന ഏറ്റവും വലിയൊരു പ്രത്യേകത, മറ്റൊരു സൂപ്പർ നാച്ചുറൽ ക്രിയേച്ചർ അവിടെ വന്നു. അതായത് ദ മെയിൻ അട്രാക്ഷൻ വാസ് എ വുമൺ ഹു ഹാഡ് ബീൻ ചേഞ്ച്ഡ് ഇൻ ടു എ സ്പൈഡർ. അതായത് ഒരു സ്പൈഡർ ഗേൾ, അതായത് സ്പൈഡറായിട്ട് മാറിയ ഒരു വുമൺ.
അങ്ങോട്ടേക്ക് വരും. ആ ഒരു കാർണിവലിൽ അല്ലെങ്കിൽ ആ ഒരു ട്രാവലിംഗ് ഷോയിൽ ഹൈലൈറ്റ് ആവുകയാണ്. അപ്പോൾ ആൾക്കാരുടെ ചിന്ത മുഴുവൻ ഇപ്പോൾ അങ്ങോട്ടേക്കായി. ഇതുവരെയും ഈ പറയുന്ന വിങ്സ് ഉള്ള മനുഷ്യൻ്റെ നേരെയായിരുന്നു എല്ലാവരുടെയും സംസാരവും അല്ലെങ്കിൽ കണ്ണും ഒക്കെ എങ്കിൽ ഇപ്പോൾ അത് പതിയെ മാറിയിട്ട് ഈ സ്പൈഡർ വുമണിലേക്ക് തിരിയാൻ തുടങ്ങി. അപ്പോൾ അതാണ് ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ ഒരു ന്യൂസ് നമ്മൾ കാണുമ്പോൾ അതല്ലെങ്കിൽ കേൾക്കുമ്പോൾ കുറച്ചു കാലം അത് ചർച്ച ചെയ്യും. ആ ഇടയ്ക്ക് വേറൊരു ന്യൂസ് വരുമ്പോൾ ഇത് വിട്ടിട്ട് നേരെ ആ ന്യൂസിലേക്ക്, ആ വാർത്തയിലേക്ക് പോകും. അപ്പോൾ അങ്ങനത്തെ ഒരു സൊസൈറ്റിനൊക്കെ ഈ ഒരു സ്റ്റോറി വരച്ച് കാണിക്കുകയാണ്. എനിവേ, ഒരു സ്പൈഡർ വുമൺ, ഇപ്പോൾ എല്ലാവരും അങ്ങോട്ടേക്കായി, ഇപ്പോൾ അവരുടെ ശ്രദ്ധ മൊത്തം അങ്ങോട്ടേക്കായി. ദ അഡ്മിഷൻ, അത് മാത്രമല്ല ഈ ഒരു സ്പൈഡർ വുമണ് എങ്ങനെ ആയെന്ന് വെച്ചാൽ ഇൻറ്റു സ്പൈഡർ ബൈ എ ബേഴ്സ്റ്റ് ഓഫ് തണ്ടർ ആൻഡ് ലൈറ്റനിങ്. അതായത് നമ്മൾ ഈ മിന്നൽ മുരളി ഫിലിം കണ്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതുപോലെ ഒരു ഇടിവെട്ടേറ്റിട്ട് സ്പൈഡറായിട്ട് മാറിയ ഒരു വുമൺ, അത്തരം ഒരു ക്രിയേച്ചർ അവിടെ ആ ഒരു ടൗണിലേക്ക് വരികയാണ്. ദ അഡ്മിഷൻ, ഞാൻ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതൊരു മാജിക്കൽ റിയലിസം സ്റ്റോറിയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും റിയൽ വേൾഡിൽ സംഭവിക്കുന്നതല്ല. അപ്പോൾ റിയൽ വേൾഡ് പ്ലസ് ഇമാജിനേഷൻ, അതല്ലെങ്കിൽ ഫാൻറ്റസി, അതല്ലെങ്കിൽ മാജിക്സ്, ഇത് രണ്ടും മിക്സ് ചെയ്തുകൊണ്ടുള്ളൊരു എലമെൻ്റാണ് ഈ സ്റ്റോറിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ the admission fee to see her was less than the fee to see the angel. അതുമാത്രമല്ല വേറൊരു കാര്യം കൂടിയുണ്ട്. അഡ്മിഷൻ ഫീ എന്ന് പറയുന്നത്, അതായത് അഡ്മിഷൻ ഫീ, അതായത് ഈ സ്പൈഡർ വുമണെ കാണാനുള്ള അഡ്മിഷൻ ഫീ എന്ന് പറയുന്നത് കുറവാണ്. മറ്റേ ഏഞ്ചലിനെ കാണാൻ വേണ്ടിയിട്ട് ഒരു എമൗണ്ട് അവർ ഫിക്സ് ചെയ്തിരുന്നല്ലോ, നമ്മുടെ പെലായും വൈഫും, അതിനേക്കാൾ കുറവാണ്, കുറച്ച് ഫീസേ ഉള്ളൂ. സോ ദ പീപ്പിൾ ഫ്ലോക്ക്ഡ് ടു സീ ഹെർ. അങ്ങനെ എല്ലാവരും എന്ത് ചെയ്യാൻ തുടങ്ങി, ഈ സ്പൈഡർ വുമണെ കാണാൻ വേണ്ടിയിട്ട് പോകാൻ തുടങ്ങി. ഈ ഫ്ലോക്ക്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു മൂവ്, അതല്ലെങ്കിൽ കം ടുഗെദർ ഇൻ ലാർജ് നമ്പേഴ്സ് എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ വലിയൊരു മോബ് തന്നെ, വലിയൊരു ജനക്കൂട്ടം തന്നെ അങ്ങോട്ടേക്ക് ഒഴുകാൻ തുടങ്ങി. ദേ വർ ആൾസോ പെർമിറ്റഡ് ടു ആസ്ക് ഹെർ ആൾ മാനർ ഓഫ് ക്വസ്റ്റ്യൻസ് അബൌട്ട് ഹെർ അബ്സേർഡ് സ്റ്റേറ്റ്. അതുമാത്രമല്ല, അതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ സ്പൈഡർ വുമൺ എങ്ങനെയാണ് ഇങ്ങനെ ആയത് അല്ലെങ്കിൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ സ്പൈഡർ വുമണിനോട് ചോദിക്കാൻ പറ്റുമായിരുന്നു. അതിൻ്റെ അർത്ഥം, ചോദിക്കുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ആ സ്പൈഡർ വുമൺ ആൻസർ നൽകുമായിരുന്നു. പക്ഷേ നമ്മളുടെ ഈ ഏഞ്ചൽ, ഈ വലിയ ചിറകുകളുള്ള ഈ വൃദ്ധനായ മനുഷ്യന് ഒന്നും സംസാരിച്ചിരുന്നില്ല. ഓക്കെ, അപ്പോൾ ആൾക്കാർക്ക് സ്പൈഡർ വുമണിനോടായി താല്പര്യം. ദ ഓണേഴ്സ് ഓഫ് ദ ഹൗസ് ഹാഡ് നോ റീസൺ ടു ലാമെൻറ്റ്. അപ്പോൾ നമ്മുടെ പെലായോയ്ക്കും വൈഫിനും അത് സങ്കടമൊന്നും ഉണ്ടാക്കിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ലാമെൻ്റ് എന്ന് വെച്ചാൽ ദുഃഖം, അവർക്ക് സങ്കടമൊന്നും ഉണ്ടായില്ല. കാരണം എന്താ വെച്ചാൽ അതിനോടകം അവർ ഈ ഒരു നമ്മുടെ ഓൾഡ് മാനെ വെച്ച് ഒരുപാട് പൈസ സമ്പാദിച്ചിട്ടുണ്ട്. വിത്ത് ദ മണി ദേ സേവ്ഡ് ദേ ബിൽറ്റ് എ 2-story മാൻഷൻ വിത്ത് ബാൽക്കണീസ് ആൻഡ് ഗാർഡൻസ്. അപ്പോൾ നല്ല ബാൽക്കണിയും ഗാർഡൻസും ഒക്കെയുള്ള ഒരു 2 നില മാൻഷൻ, കെട്ടിടം, വലിയൊരു വീട് അവർ വെച്ചിട്ടുണ്ട് ഇതിനോടകം തന്നെ. അതൊക്കെ ഇയാൾ ഊറ്റി ഉണ്ടാക്കിയ പൈസ കൊണ്ട് ചെയ്തതാണ്. ഇറ്റ് ആൾസോ ഹാഡ് ഹൈ നെറ്റിംഗ് സോ ദാറ്റ് ക്രാബ്സ് വുഡൻറ്റ് ഗെറ്റ് ഇൻ ഡ്യൂറിങ് ദ വിൻ്റർ സീസണിലൊന്നും ഞണ്ടുകളൊന്നും അകത്തേക്ക് വരാത്ത രീതിയിൽ നെറ്റുകളൊക്കെ വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ വീടെന്ന് പറയുന്നത് ഒരു പുഴയുടെ അതല്ലെങ്കിൽ ഒരു തീരദേശ ഭാഗത്താണ്. അവിടെ ഈ ചില പെർട്ടിക്കുലർ സീസണിലൊക്കെ ഞണ്ടുകളൊക്കെ അകത്തേക്ക് കയറി വരുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞണ്ടുകളൊന്നും അകത്തേക്ക് വരാത്ത രീതിയിൽ നെറ്റുകളൊക്കെ വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അയൺ ബാർസ് ഓൺ ദ വിൻഡോസ് സോ ദാറ്റ് ഏഞ്ചൽസ് വുഡൻറ്റ് ഗെറ്റ് ഇൻ. അതുമാത്രമല്ല, ഏഞ്ചൽസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അയൺ ബാർസും വെച്ചിട്ടുണ്ട്. ജനലുകളിലൊക്കെ അയൺ ബാർസും വെച്ചിട്ടുണ്ട്. പെലായോ ആൾസോ സെറ്റപ്പ് എ റാബിറ്റ് വാരൻ ആൻഡ് ഗേവ് അപ്പ് ഹിസ് ജോബ് ആസ് എ ബെയിലിഫ് ഫോർ ഗുഡ്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ബെയിലിഫാണ് ഇയാളുടെ ജോബ് എന്ന് പറയുന്നത് ബെയിലിഫാണ്. അപ്പോൾ അത് ഉപേക്ഷിച്ചിട്ട് അയാൾ പുതിയൊരു ജോലി, അതായത് ഹി സെറ്റപ്പ് എ റാബിറ്റ് വാരൻ, അതായത് ഒരു റാബിറ്റ് ഫാമൊക്കെ ഇയാൾ തുടങ്ങി. എലിസൻഡ ബൗട്ട് സം സാറ്റിൻ പംപ്സ് വിത്ത് ഹൈ ഹീൽസ് ആൻഡ് മെനി ഡ്രസ്സസ് ഓഫ് ഇറിഡിസെൻറ്റ് സിൽക്ക്. അപ്പോൾ വൈഫായ എലിസൻ്റെ ആവട്ടെ, അവരെന്ത് ചെയ്തു, ഈ സാറ്റിൻ പംപ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഹൈ ഹീൽഡ് ഷൂസാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, വുമൺ ഫുഡ് വെയർ ആണ്. സോ സാറ്റിൻ പംപ്സ് വിത്ത് ഹൈ ഹീൽസ് ആൻഡ് മെനി ഡ്രസ്സ്. അപ്പോൾ അവർ വലിയ വില കൂടിയ നല്ല ഹൈ ഹീൽ ഷൂസ്, ചെരുപ്പുകളൊക്കെ ധരിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ മെനി ഡ്രസ്സസ് ഓഫ് ഇറിഡെസെൻറ്റ് സിൽക്ക്, അതായത് വളരെ ഈ ഇറിഡെസെൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് വളരെ ഷൈനി ആയിട്ടുള്ള അല്ലെങ്കിൽ കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ വാങ്ങാൻ തുടങ്ങി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അവരുടെ ജീവിതം നല്ല രീതിയിൽ മെച്ചപ്പെട്ടു മാറി.
ദ ചിക്കൻ കൂപ്പ് വാസ് ദ ഓൺലി തിങ് ദാറ്റ് ഡിഡൻറ്റ് റിസീവ് എനി അറ്റൻഷൻ. പക്ഷേ ആ ചിക്കൻ കൂപ്പ്, അതായത് ആ കോഴിക്കൂട്, അത് മാത്രമാണ് ഒരു അറ്റൻഷനും കിട്ടാതെ ഇപ്പോൾ അവിടെ അങ്ങനെ നിൽക്കുന്നത്. മുമ്പ് ഭയങ്കര ജനക്കൂട്ടമുണ്ടായിരുന്ന ആ ഒരു പ്രദേശം, അതല്ലെങ്കിൽ ആ ഒരു കോഴിക്കൂട് ഇപ്പോൾ ആരും ഇല്ലാതെ, ആരും അങ്ങോട്ടേക്ക് ശ്രദ്ധിക്കാതെ ഉള്ളൊരു ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് അവിടെ. ദ ഡങ് ഹീപ്പ് സ്റ്റെഞ്ച് ഫ്രം ദ കൂപ്പ് വാസ് ടേണിങ് ദ ന്യൂ ഹൗസ് ഇൻ ടു ആൻ ഓൾഡ് വൺ. അവിടെ ആകെ മാറാതെ നിൽക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടുന്ന് ആ ഒരു കോഴിക്കൂട്ടിൽ നിന്ന് വരുന്ന നാറ്റം, അതായത് കാഷ്ടങ്ങളുടെയും ഒക്കെ നാറ്റം, ആ ഒരു സ്മെല്ല്, അതുമാത്രമാണ് ഈ പെലായുടെ വീടിനെ ഇപ്പോഴും പഴയത് ആക്കി നിർത്തുന്ന ഒറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു മണം മാത്രമാണ്. ബാക്കിയെല്ലാം അതും മാറി എന്ന് പറയുകയാണ്. അറ്റ് ഫസ്റ്റ് when the child learned to walk, they were careful that he did not get too close to the coop. അപ്പോൾ ഈ കുട്ടി ഉണ്ടല്ലോ, ഇവരുടെ പെലായുടെ കുട്ടി, അപ്പോൾ ഈ കുട്ടി വളരുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടി വളർന്ന് നടക്കാനൊക്കെ ഉള്ളൊരു പരിവായപ്പോൾ ഇവർ ഭയങ്കര കെയർഫുള്ളായിരുന്നു. അതായത് ആ ചിക്കൻ കൂപ്പിൻ്റെ അടുത്തേക്കൊന്നും പോകരുത്, അല്ലെങ്കിൽ അങ്ങോട്ടേക്കൊന്നും അടുപ്പിക്കാതെ ഭയങ്കര കെയർഫുള്ളായിട്ട് ഇവരെ നോക്കി. But then they began to lose their fears and got used to the smell. പക്ഷേ പിന്നീട് പേടിയൊക്കെ പോയി. ഇപ്പോൾ ഈ വൃദ്ധനായ മനുഷ്യനോടുള്ള പേടിയാണെങ്കിലും എല്ലാം ഒക്കെ പോവുകയും പിന്നീട് അതൊന്നും മൈൻഡ് ചെയ്യാതാവുകയും ചെയ്തു. അവിടെ നിന്ന് വരുന്ന നാറ്റമൊക്കെ അതൊക്കെ എന്തായി, യൂസ്ഡ് ആയി മാറി. ബിഫോർ ദ ചൈൽഡ് ഗോട്ട് ഹിസ് സെക്കൻഡ് ടീത്ത് ഹി ഹാഡ് ഗോൺ ഇൻസൈഡ് ദ ചിക്കൻ കൂപ്പ് ടു പ്ലേ ആസ് ദ വയേഴ്സ് വെർ ഫാളിങ് അപ്പാർട്ട്. അപ്പോൾ ഈ കുട്ടിക്ക് സെക്കൻഡ് ടീത്തൊക്കെ പല്ലൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഈ കുട്ടി എങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങി, ഈ പറയുന്ന ചിക്കൻ കൂപ്പിനകത്തേക്ക് പോകാനും. കാരണം അതിൻ്റെ വയേഴ്സൊക്കെ, അതിൻ്റെ നെറ്റും കമ്പിയൊക്കെ ഫാളിങ് അപ്പാർട്ട്, ആ കൂടിൻ്റെ കമ്പിയും നെറ്റുകളൊക്കെ അടർന്നു വീണിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ ഈ കുട്ടി അകത്തേക്ക് കയറാനും കളിക്കാനും ഒക്കെ തുടങ്ങി. ദേ ബോത്ത് കെയിം ഡൗൺ വിത്ത് ദ ചിക്കൻ പോക്സ് അറ്റ് ദ സെയിം ടൈം. ആ ഇടയ്ക്കാണ് രണ്ടുപേർക്കും എന്ത് വന്നത്, ചിക്കൻ പോക്സ് വന്നത്. ആരാണ് ഈ രണ്ടുപേരും? ഒന്ന് ഈ കുട്ടിയും മറ്റൊന്ന് ആ ഒരു ഓൾഡ് മാനും. രണ്ടുപേർക്കും ചിക്കൻ പോക്സ് വന്നു. The doctor who took care of the child couldn't resist the temptation to listen to the angel's heart. അപ്പോൾ ഈ കുട്ടിയെ ചികിത്സിച്ച ഡോക്ടർക്ക് ഇയാളെയും ചികിത്സിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഇയാളെയും ചികിത്സിക്കണം എന്നുള്ളത് തോന്നി. Then he found so much whistling in the heart and so many sounds in the kidneys. പരിശോധിച്ച സമയത്ത് ഈ ഡോക്ടർ പറയുകയാണ്, അതായത് ഡോക്ടറിന് മനസ്സിലായ ചില കാര്യങ്ങൾ. വിസിലിംഗ് ഇൻ ദ ഹാർട്ടിൽ നിന്ന് വിസിൽ കേൾക്കുന്നുണ്ട്. ആൻഡ് സോ മെനി സൗണ്ട്സ് ഇൻ ദ കിഡ്നി എന്നൊക്കെ എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നു. ആൻഡ് വാട്ട് സർപ്രൈസ്ഡ് ഹിം മോസ്റ്റ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അയാളുടെ ഒരു അസുഖം, അല്ലെങ്കിൽ അയാളുടെ ഒരു പുവർ കണ്ടീഷൻ, അതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത് കേട്ടോ. ഈ ഹാർട്ടിൽ നിന്ന് വിസിലടിക്കുക, കിഡ്നിയിൽ നിന്ന് സൗണ്ട് കേൾക്കുക എന്നുള്ളതൊക്കെ പറയുന്നത് അയാളുടെ ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ആ ഒരു കണ്ടീഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളാണ്. വാട്ട് സർപ്രൈസ്ഡ് ഹിം മോസ്റ്റ് ഹവർ വാസ് ദ ലോജിക് ഓഫ് ഹിസ് വിങ്സ്. ഇയാൾ ഏറെ സർപ്രൈസ് ആക്കിയത് ഈ വിങ്സിൻ്റെ ലോജിക്കിനെ കുറിച്ചിട്ടുള്ളതാണ്. അത് ഇയാൾ ചിന്തിക്കുകയാണ്, ഇയാൾക്ക് എങ്ങനെ ഇപ്പോൾ ഈ വിങ്സ് വന്നത്, ചിറകുകൾ വന്നത്. കാരണം ഇയാൾ മനുഷ്യനാണ്, ബാക്കി എല്ലാ കാര്യങ്ങളും മനുഷ്യരെ പോലെ തന്നെയാണ്. ഇയാൾക്ക് ഹാർട്ട് ഉണ്ട്, കിഡ്നി ഉണ്ട്, എല്ലാം ഉണ്ട്, മനുഷ്യനെ പോലെ തന്നെയാണ്. പക്ഷേ ചിറകുകൾ എങ്ങനെ വന്നു? ദേ സീംഡ് സോ നാച്ചുറൽ ഓൺ ദാറ്റ് കംപ്ലീറ്റ്ലി ഹ്യൂമൻ ഓർഗാനിസം. ഹി കുഡൻറ്റ് അണ്ടർസ്റ്റാൻഡ് വൈ അതർ പീപ്പിൾ ഡിഡൻറ്റ് ഹാവ് ദം ടു. എന്തുകൊണ്ടാണ് മറ്റുള്ള ആൾക്കാർക്ക് ചിറകില്ലാത്ത, ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ചിറകില്ലാത്ത എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇയാൾക്ക് മാത്രം എങ്ങനെ ചിറക് വന്നു? ഇതൊക്കെ ഈ ഡോക്ടർ ചിന്തിക്കുകയാണ്. When the child began school, the sun and rain had caused the collapse of the chicken coop. ആ ഇടയ്ക്ക് ഈ ചിക്കൻ കൂപ്പ് കൊളാപ്സ് ചെയ്യുകയാണ്, തകർന്ന് വീഴുകയാണ്. ഈ കുട്ടി സ്കൂളിൽ പോയ ഒരു സമയത്താണ് ഈ ചിക്കൻ കൂപ്പ് തകർന്ന് വീണു. അപ്പോൾ അങ്ങനെ ആകെയുള്ള ഒരു ഷെൽട്ടറും ഇല്ലാണ്ടായി ആ ഏഞ്ചലിൻ്റെ, അല്ലെങ്കിൽ ആ ഒരു ഓൾഡ് മാൻ്റെ. ദ ഏഞ്ചൽ വെൻറ്റ് ഡ്രാഗിങ് ഹിംസെൽഫ് അബൌട്ട് ഹിയർ ആൻഡ് ദർ ലൈക്ക് എ സ്ട്രേ ഡൈയിങ് മാൻ. അങ്ങനെ കൂടെ നഷ്ടപ്പെട്ട ഇയാൾ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇയാൾ നിൽക്കാൻ തുടങ്ങി. സ്ട്രേ ഡൈയിങ് മാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അലഞ്ഞു തിരിഞ്ഞ് മരിക്കാനായിട്ട് കിടക്കുന്നൊരു മനുഷ്യനെ പോലെ അവിടെയും ഇവിടെയൊക്കെ ഇയാൾ അങ്ങനെ കാണപ്പെട്ടു. ഹി സീംഡ് ടു ബി ഇൻ സോ മെനി പ്ലേസസ് അറ്റ് ദ സെയിം ടൈം. നമ്മൾ ഈ കുമ്പിടിയൊക്കെ പോലെ തന്നെ ഒരേ സമയം അവിടെയും കണ്ടു ഇവിടെയും കണ്ടു എന്നുള്ള രീതിയിലൊക്കെ ഇയാളെ പലയിടങ്ങളിലും ഇയാളെ കാണാനായിട്ട് തുടങ്ങി. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഇയാൾക്ക് മാജിക്കൽ പവർ ഉള്ളത് കൊണ്ടൊന്നുമല്ല. അത് ഇയാളുടെ ആകെ ഒരു ഷെൽട്ടർ നഷ്ടപ്പെട്ടു. അപ്പോൾ കുറച്ച് നേരം ഇയാളൊരു സ്ഥലത്ത് നിൽക്കും, കുറച്ച് നേരം വേറെ അപ്പുറത്ത് മാറി നിൽക്കും. അങ്ങനെ ഇയാൾ വളരെയധികം ക്ഷീണിതനാണ്, ദുർബലനാണ്. ഒരു മരിക്കാൻ പോകുന്ന ഒരാളെപ്പോലെ അവിടെയും ഇവിടെയൊക്കെ ഇയാൾ നീങ്ങി നിരങ്ങി കാണപ്പെട്ടു എന്ന് പറയുകയാണ്.
ഹീ കുഡ് സ്കാഴ്സ്ലി ഈറ്റ്, അപ്പോൾ അധികം ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല ഇയാൾ. ആൻഡ് ഹിസ് ഐസ് ഹാഡ് ആൾസോ ബിക്കം സോ ഫോഗി, ഇയാളുടെ കണ്ണുകളൊക്കെ ഫോഗി ആയിട്ടുണ്ട്, മൂടൽമഞ്ഞൊക്കെ മൂടി നിൽക്കുന്ന പോലെ ആയിട്ടുണ്ട് ഇയാളുടെ കണ്ണുകളൊക്കെ. ദാറ്റ് ഹി വെൻറ്റ് അബൌട്ട് ബംപിങ് ഇൻ ടു പോസ്റ്റ്, അതുകൊണ്ട് തന്നെ കണ്ണൊന്നും മര്യാദയ്ക്ക് കാണാൻ പറ്റാത്തതുകൊണ്ട് ഇയാൾ പോസ്റ്റിലൊക്കെ കൊണ്ടുപോയി തലയ്ക്ക് ഇടിച്ചു. ബംപിങ് മീൻസ് ഇടിക്കുക. പെലായോ ത്രൂ എ ബ്ലാങ്കറ്റ് ഓവർ ഹിം ആൻഡ് ലെറ്റ് ഹിം സ്ലീപ്പ് ഇൻ ദ ഷെഡ്. പെലായോ എന്ത് ചെയ്തു, ഒരു ബ്ലാങ്കറ്റ് അയാൾക്ക് എറിഞ്ഞു കൊടുത്തിട്ട് ഷെഡിൽ പിന്നെ ഉറങ്ങാനായിട്ട് അല്ലെങ്കിൽ ഷെഡിൽ കിടക്കാനായിട്ട് അനുവദിച്ചു. ഓൺലി ദെൻ ഡിഡ് ദേ നോട്ടീസ് ദാറ്റ് ഹി ഹാഡ് എ ടെമ്പറേച്ചർ അറ്റ് നൈറ്റ്. അപ്പോൾ ആ സമയത്താണ് അവർ ശ്രദ്ധിക്കുന്നത് ഇയാൾക്ക് ഭയങ്കര ടെമ്പറേച്ചർ ഉണ്ട്, നല്ല രീതിയിൽ ടെമ്പറേച്ചർ ഹൈ ആയിട്ടുണ്ട് ആ രാത്രിയിൽ. അപ്പോൾ അവർ പേടിക്കുകയാണ് ഇയാൾ മരിക്കാൻ പോവുകയാണ് എന്നുള്ളത്. ദേ ബിക്കെയിം അലാംഡ് ഫോർ ദേ തോട്ട് ഹി വാസ് ഗോയിങ് ടു ഡൈ. And yet he not only survived his worst winter but seemed improved with the first sunny days. പക്ഷേ ഇയാൾ മരിക്കാൻ പോവുകയാണെന്നുള്ളത് വിചാരിച്ചു, പക്ഷേ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. പിറ്റേന്നായപ്പോഴേക്കും ഇയാൾ കുറച്ചുകൂടി ഉന്മേഷവാനായിട്ട് കാണപ്പെട്ടു എന്ന് പറയുകയാണ്. കുറച്ചുകൂടി ഇയാൾ ഉഷാറായിട്ടുള്ള പോലെ ഇംപ്രൂവ്ഡ് ആയിട്ട് കാണപ്പെട്ടു. He remained motionless for several days in the ഫാർദസ്റ്റ് കോർണർ ഓഫ് ദി കോർട്ട്യാർഡ്. അപ്പോൾ ആ കോർട്ട്യാർഡിൽ ആ മൂലയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇയാൾ കുറേ ദിവസം അനങ്ങാതെ നിൽക്കും. ആൻഡ് അറ്റ് ദി ബിഗിനിങ് ഓഫ് ഡിസംബറിൻ്റെ ഒരു തുടക്കമായപ്പോൾ സം ലാർജ് സ്റ്റിഫ് ഫെതേഴ്സ് ബിഗാൻ ടു ഗ്രോ ഓൺ ഹിസ് വിങ്സ്. അപ്പോൾ ഒരു ഡിസംബറിൻ്റെ ഒരു ബിഗിനിങ് ഒക്കെ ആയ സമയത്ത്, തുടക്കമൊക്കെ ആയ സമയത്ത് ഈ മനുഷ്യനിൽ ഒരു എന്താ പറയുക ലാർജ് സ്റ്റിഫ്, അതായത് സ്റ്റിഫ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്ട്രോങ് എന്നുള്ള മീനിങ് ആണ്, ഉള്ള കുറച്ച് പിന്നെ ഫെതേഴ്സുകളൊക്കെ, പുതിയ തൂവലുകളൊക്കെ വരാനായിട്ട് തുടങ്ങി ചിറകിൽ. ദേ ലുക്ക്ഡ് ലൈക്ക് ദ ഫെതേഴ്സ് ഓഫ് സ്കെയർ ക്രോ. അപ്പോൾ അത് ഈ സ്കെയർ ക്രോ എന്ന് ഉദ്ദേശിക്കുന്നത് നോക്കൂത്തി ഉണ്ടല്ലോ, പാടത്തൊക്കെ നമ്മൾ കൊണ്ടുപോയി വെക്കുന്ന പക്ഷികളൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനൊക്കെ ഒരു തൂവൽ വന്ന ആ രീതിയിലൊക്കെ ആയിരുന്നു പിന്നെ ഇയാളുടെ കോലം എന്ന് പറയുകയാണ്. One morning, Elisenda was cutting some bunches of onions for lunch when a wind blew into the kitchen. അപ്പോൾ ഒരു ദിവസം എലിസെൻഡ പിന്നെ കിച്ചണിൽ ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു കാറ്റ് അങ്ങോട്ടേക്ക് വന്നു. ദെൻ ഷീ വെൻറ്റ് ടു ദ വിൻഡോ ആൻഡ് ഫൗണ്ട് ദ ഏഞ്ചൽ ഇൻ ഹിസ് ഫസ്റ്റ് അറ്റംപ്റ്റ്സ് അറ്റ് ഫ്ലൈറ്റ്. അപ്പോൾ നമ്മുടെ എലിസൻ്റെ പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച, ഈ ഓൾഡ് മാൻ എന്ത് ചെയ്യാൻ ശ്രമിക്കുകയാണ്, പറക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ദീസ് were so clumsy that he was on the point of knocking the shed down as he couldn't get a grip on the air. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇയാൾക്ക് എയറിൽ ഗ്രിപ്പ് കിട്ടണില്ല, പറക്കാനായിട്ട് പറ്റുന്നില്ല. പറക്കാൻ ശ്രമിക്കുന്നുണ്ട്, ചിറകടിച്ച് വീശി പറക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഇയാൾ എന്ത് ചെയ്യാണ്, താഴേക്ക് കൊഴിഞ്ഞ് വീഴുകയാണ്. ഓക്കെ, ഷട്ട് ഡൗൺ ചെയ്യുകയാണ്, താഴേക്ക് അവിടെ ഇവിടെയൊക്കെ തട്ടി താഴേക്ക് ഇയാൾ വീഴുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കാഴ്ചയാണ് ഈ എലിസെൻഡ വന്നപ്പോൾ കാണുന്നത്. ബട്ട് ദെൻ ഹി ഡിഡ് മാനേജ് ടു ഗെയിൻ ആൾട്ടിറ്റ്യൂഡ്. പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിലും കുറച്ച് നേരത്തെ ശ്രമത്തിന് ശേഷം ഇയാൾ പറന്ന് ഉയരുകയാണ്. ഈ ആൾട്ടിറ്റ്യൂഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉയരത്തിൽ അല്ലെങ്കിൽ ഹൈ എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ കുറച്ച് ഉയരത്തിൽ ഇയാൾ മാനേജ് ചെയ്ത് നിൽക്കുകയാണ്. എലിസെൻഡ ലെറ്റ് ഔട്ട് എ സൈ ഓഫ് റിലീഫ്. അപ്പോൾ അത് കണ്ടപ്പോൾ എലിസെൻഡയ്ക്കൊരു റിലീഫ്, ആശ്വാസസൂചകമായിട്ടൊരു നെടുവീർപ്പ് ഇടുകയാണ്. കാരണം പറന്ന് പോവുകയാണെങ്കിൽ പൊയ്ക്കോട്ടെ എന്നുള്ള രീതിയിൽ, ഫോർ ഹെർ സെൽഫ് ആൻഡ് ഫോർ ഹിം, രണ്ടുപേർക്കും അത് നല്ലതാണ്. വെൻ ഷീ വാച്ച്ഡ് ഹിം പാസ് ഓവർ ദ ലാസ്റ്റ് ഹൗസസ്. അങ്ങനെ ഈ ഓൾഡ് മാൻ എന്ത് ചെയ്യാണ്, ചിറകടിച്ച് പറന്ന് പോവുകയാണ്. അപ്പോൾ അവസാനത്തെ വീടും പിന്നെ പറന്ന് മായുന്ന സമയത്ത് ഈ നമ്മുടെ എലിസെൻഡ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഈ പറന്നു പോകുന്ന ഈ മനുഷ്യനെ. ഹി വാസ് ഹോൾഡിങ് ഹിംസെൽഫ് അപ്പ് ഇൻ സം വേ വിത്ത് ദി റിസ്കി ഫ്ലാപ്പിംഗ് ഓഫ് എ സിനൈൽ വൾച്ചർ. അപ്പോൾ ഇയാൾ ഭയങ്കര ബുദ്ധിമുട്ടിയാണ് പറന്നു പോകുന്നത്. റിസ്കി ഫ്ലാപ്പിംഗ് ആണ്, ചിറക് വീശി ഫ്ലാപ്പിംഗ്, ചിറകടിച്ച് പറന്നു പോവുകയാണ്. ഓഫ് എ സിനൈൽ വൾച്ചർ. ഈ സിനൈൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മീനിങ് ഭയങ്കര വാർദ്ധക്യം ബാധിച്ച ക്ഷീണിതനായിട്ടുള്ള എന്നുള്ള മീനിങ് ആണ്. വൾച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴുകൻ. അപ്പോൾ ഒരു വലിയ ക്ഷീണിതനായിട്ടുള്ള വാർദ്ധക്യം ബാധിച്ച ഒരു വലിയ കഴുകൻ ബുദ്ധിമുട്ടി പറന്നു പോകുന്നത് പോലെ തോന്നുകയാണ് ഈ കാഴ്ച കണ്ടിട്ട്. ഷീ കെപ്റ്റ് വാച്ചിങ് ഹിം ഈവൻ വെൻ ഷീ വാസ് ത്രൂ കട്ടിങ് ദ ഒനിയൻസ്. അപ്പോൾ ഇവള് പിന്നെ കിച്ചണിൽ വന്ന് ഈ ഒനിയൻസ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീണ്ടും. അങ്ങനെ കട്ട് ചെയ്യുമ്പോഴും നോട്ടം എവിടേക്കാണ്, ആ പറന്നു പോകുന്ന ആ മനുഷ്യനിലേക്കാണ്. ഷീ കെപ്റ്റ് ഓൺ വാച്ചിങ് അൺടിൽ ഇറ്റ് വാസ് നോ ലോങ്ങർ പോസിബിൾ ഫോർ ഹെർ ടു സീ ഹിം. അങ്ങനെ കണ്ണിൽ നിന്നും മായുന്നത് വരെ എന്ത് ചെയ്തു, പിന്നെ ആ മനുഷ്യനെ, പറന്നു പോകുന്ന ആ മനുഷ്യനെ നോക്കിക്കൊണ്ടേയിരുന്നു. ഹി വാസ് നോ ലോങ്ങർ ആൻ അനോയൻസ് ഇൻ ഹെർ ലൈഫ് ബട്ട് ആൻ ഇമാജിനറി ഡോട്ട് ഓൺ ദി ഹൊറൈസോൺ ഓഫ് ദി സീ. അപ്പോൾ ഇവൾ പറയുകയാണ്, ഒരിക്കലും ഞങ്ങൾക്കൊരു അനോയൻസ്, ഒരു ശല്യമായിട്ടില്ല, ഈ ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ശല്യമായിട്ടില്ല. അതിന് പകരം
എന്തായിരുന്നു, ഒരു ഇമാജിനറി ഡോട്ടായിരുന്നു എന്ന് പറയുകയാണ്, ഒരു സാങ്കല്പിക ബിന്ദുവായിരുന്നു ഈ പറയുന്ന മനുഷ്യൻ എന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റിയാലിറ്റിയും അതുപോലെ തന്നെ ഇമാജിനേഷനും അല്ലെങ്കിൽ റിയൽ വേൾഡും ഫാൻറ്റസിയും മിക്സ് ചെയ്തുകൊണ്ടുള്ളൊരു സംഭവം, ഒരു സ്റ്റോറി, അതാണ് എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ്. സോ അങ്ങനെ പറന്നു പോകുന്ന ഈ മനുഷ്യനെ നോക്കി നിൽക്കുന്ന എലിസൻഡ, അതോടുകൂടിയാണ് ഈ ഒരു സ്റ്റോറിക്ക് ഫുൾ സ്റ്റോപ്പ് വീഴുന്നത്. സോ സ്റ്റുഡൻസ്, ഇൻ ഷോർട്ട്, ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കഥയും മുന്നോട്ട് വയ്ക്കുന്ന കുറേയധികം ആശയങ്ങളുണ്ടായിരിക്കും, മൊറാലിറ്റികളുണ്ടായിരിക്കും, തീമുകൾ, മെസ്സേജുകൾ ഉണ്ടായിരിക്കും, അല്ലേ? എത്ര ചെറിയ കഥയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ആമയും മുയലും പന്തയം വെച്ച ആ ചെറിയ കൊച്ചു കഥയാണ് എങ്കിൽ പോലും അത് മുന്നോട്ട് വയ്ക്കുന്ന കുറേയധികം ആശയങ്ങൾ, മെസ്സേജുകൾ, സന്ദേശങ്ങളുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഈ കഥയിലും ഇത് മുന്നോട്ട് വയ്ക്കുന്ന ഒരുപാട് തീമുകളുണ്ട്, ഒരുപാട് മെസ്സേജുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ ഹ്യൂമൻ ക്രുവാലിറ്റി ഇതിലൊരു തീമായിട്ട് നമുക്ക് കൊണ്ടുവരാം, ഹ്യൂമൻ ക്രുവാലിറ്റി. അതുപോലെ ഫെയ്ത്ത് ഇതിലൊരു തീമായിട്ട് നമുക്ക് കൊണ്ടുവരാം, വിശ്വാസം, അന്ധവിശ്വാസമായിട്ട് മാറുന്നൊരു സംഭവം, അത് നമുക്ക് ഈ കഥയിൽ കാണാനായിട്ട് പറ്റും. മനുഷ്യരുടെ ക്രൂരതകൾ ഈ കഥയിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്, അല്ലേ? അതേപോലെ തന്നെ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് വൾണറബിൾ, അതായത് വൾണറബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദുർബലരായുള്ള ആൾക്കാരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക, മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യുക, അത് മുഖേന ലാഭം ഉണ്ടാക്കുക എന്ന് പറയുന്ന സംഭവം, അത് ഈ കഥയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരുപാട് തീമുകളും സബ് തീമുകളും ഒക്കെ ഈ കഥയിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് മാജിക്കൽ റിയലിസം എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്ന ഒരു സ്റ്റോറിയാണ്. വളരെ മനോഹരമായ ഒരു പ്ലോട്ട് കൺസ്ട്രക്ഷനാണ് ഈ കഥയ്ക്ക് നൽകിയിട്ടുള്ളത്. പിന്നെ നമുക്ക് അറിയാം, നമ്മുടെ സൊസൈറ്റിയിലൊക്കെ ഇപ്പോൾ നമ്മളൊരു വാർത്ത കേൾക്കുന്നു, അല്ലേ? ഒരു വാർത്ത കേൾക്കുന്നു, ആ വാർത്ത കേട്ട് അതിനെക്കുറിച്ച് ചർച്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പുരോഗമിക്കുന്ന സമയത്തായിരിക്കും വേറൊരു ന്യൂസ് വരുന്നത്. അപ്പോൾ ഈ ന്യൂസ് അവിടെ വിട്ടിട്ട് ആ ന്യൂസിൻ്റെ പുറകെ, പുതുതായിട്ട് വന്ന ന്യൂസിൻ്റെ പുറകെ പോകും. പിന്നെ കുറച്ച് കാലം ആ ന്യൂസുമായിട്ടായിരിക്കും നമ്മൾ ചർച്ച ചെയ്ത് പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു ന്യൂസ് വരുമ്പോൾ നേരെ അങ്ങോട്ടേക്ക് ചാടും, അല്ലേ? ഇതാണ് നമ്മുടെ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, സൊസൈറ്റിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വാർത്തകളും സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല, അല്ലേ? ഒരു കാര്യങ്ങളും സ്ഥിരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നില്ല, അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഈ കഥയിലും നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ കുറച്ചു കാലം ഈ ഒരു ചിറകുകളുള്ള ആ ഒരു വെരി ഓൾഡ് മാൻ, അയാളെക്കുറിച്ചായിരുന്നു ചർച്ചകൾ, അയാളെ കാണാൻ ഒരുപാട് ആൾക്കാർ വരുന്നു, അയാളെക്കുറിച്ച് സംസാരിക്കുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് മറ്റൊരു ഒരു സൂപ്പർ നാച്ചുറൽ ക്രിയേച്ചർ അവിടെ വരുന്നത്, ഒരു സ്പൈഡർ ഗേൾ. അപ്പോൾ നേരെ ഇയാളെ വിട്ടിട്ട് നേരെ അങ്ങോട്ടേക്ക് ചാടുകയാണ്, അല്ലേ? അപ്പോൾ അങ്ങനെ ചാടിക്കളിച്ച് പോകുന്ന ആ ഒരു സൊസൈറ്റിയുടെ ആ ഒരു അവസ്ഥ കൂടി, ആ ഒരു റിയാലിറ്റി കൂടി ഈ കഥയിൽ വെളിവാക്കുന്നുണ്ട് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. സോ സ്റ്റുഡൻസ്, ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഓക്കെ, ബൈ ഓൾ, താങ്ക് യു.